സ്ഥിരമായിട്ട് പാരസെറ്റമോൾ ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ശ്രദ്ധിക്കുക. കാരണം നാം വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന പാരസെറ്റമോളിന്റെ ആവർത്തിച്ചുള്ള ഉപയോഗം നമ്മുടെ ദഹനനാളവും ഹൃദയവും വൃക്കം തുടങ്ങിയ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് പഠനം കണ്ടെത്തിയിരിക്കുകയാണ്. 65 വയസ്സും അതിന് മുകളിലോ പ്രായമുള്ളവരാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നത്. ചെറിയ തോതിലുള്ള ഒരു പനി മുതൽ വേദനയ്ക്ക് വരെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാരസെറ്റമോൾ. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ചികിത്സയ്ക്കും വ്യാപകമായി ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. വേദന സുഖപ്പെടുന്നതിൽ പാരസെറ്റമോളിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് വളരെ കാലത്തേക്ക് പാരസെറ്റമോൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ദഹനനാളത്തിൽ അൾസർ, രക്തസ്രാവം എന്നിവ ഉണ്ടാക്കുമെന്നും കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് അധികമായി ഉപയോഗിക്കുന്നത് വഴി പെപ്റ്റിക് അൾസർ, രക്തസ്രാവത്തിനുള്ള സാധ്യത 24%, 36% വരെയാണ് കൂടുതലായിട്ടുള്ളത്. UK നോട്ടിംഗ്ഹാം സർവകലാശാലയിൽ ഗവേഷകർ നടത്തിയ ഏറ്റവും പുതിയ പഠനത്തിലാണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, പാരസെറ്റമോൾ കഴിക്കുന്നത് വിട്ടുമാറാത്ത വൃക്കരോഗം പിടിപെടാനുള്ള സാധ്യത 19%, ഹൃദയസംബന്ധം വരാനുള്ള സാധ്യത 9%, രക്തസ്രാവത്തിനുള്ള സാധ്യത 7%, കണ്ടെത്തിയിരിക്കുകയാണ്. UK പാരസെറ്റമോൾ നിർദ്ദേശിക്കുന്ന പ്രായമായവരിൽ ഇത്തരം രോഗം, അതായത് വൃക്ക, ഹൃദയം, ദഹനനാളം എന്നിവയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തി തുടർന്നതാണ് ഈ ഒരു റിപ്പോർട്ട്.